കേന്ദ്രത്തിനെതിരെ അടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വടിയായി കണക്കാക്കാൻ പറ്റില്ലേ എന്നാണ് എൻ്റെ വടി കൊടുക്കുന്നത് കുഴപ്പമില്ല. ഇപ്പം അയ്യപ്പ സംഗമത്തിന് പറ്റിയെന്താ, നല്ല വടിയായിരുന്നു, പക്ഷേ തിരിച്ചടി കിട്ടി, പിടിച്ചു വാങ്ങിച്ച അടി കിട്ടി. ഈ വെട്ടിനിരത്തലിൻ്റെ ആളാണ് താൻ എന്നുള്ളത് മാറ്റി വികസനത്തിൻ്റെ ആളാണ് താൻ എന്ന് വരുത്താനായിട്ട് VS പാടുപെട്ട ആളാണ്. പിണറായി അതിനേക്കാൾ അപ്പുറത്തെ വികസനത്തിൻ്റെ നായകനാണെന്ന് ഒരു ഇമേജ് ഉണ്ടാക്കിയാണ് 2016 കൊണ്ടുവന്നത്. കേരളം മുഴുവൻ മാറ്റിമറിക്കും, ഇപ്പം തിരിച്ചാക്കിയിരിക്കുകയാണ്. ഓക്കെ, LDF വരും, എല്ലാം തകർക്കും എന്ന ഒരു സിദ്ധാന്തം ജനങ്ങളുടെ മനസ്സിൽ തോന്നാനാണ് ഈ സമരവും ഭരണവും ഉപകരിക്കുക എന്നുള്ളതാണ് പൂർണ്ണമായും എനിക്ക് ബോധ്യമുള്ളത്. ഇത് BJP വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കും. പ്രത്യേകിച്ച് നരേന്ദ്രമോദി അമിത്ഷായും ഇവിടെ വന്ന് കീറും, വെട്ടിക്കീറും. കാരണം എന്താണ് കേന്ദ്രം ചെയ്തത്? നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിനിറങ്ങുകയാണ് പിണറായി വിജയൻ സർക്കാർ. പിണറായി വിജയനും കൂട്ടരും കേന്ദ്രം കേരളത്തോട് അവഗണന കാണിക്കുന്നു. അതിനൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയതിലെ പ്രതിഷേധം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അവിടെയും അത് സമരത്തിൽ പ്രതിഫലിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവിടെ ഭരണവും സമരവും ചർച്ചയാവുകയല്ലേ? പിണറായി വിജയൻ സർക്കാരിനെതിരെ നടക്കുന്ന സമരങ്ങളെ ഏത് രീതിയിലാണ് പിണറായി വിജയൻ നേരിടുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടത് തന്നെയാണ്. കേരളം ഒട്ടേറെ ചർച്ച ചെയ്തതാണെങ്കിൽ തന്നെയും ഈ പുതിയ സാഹചര്യത്തിൽ നമുക്കൊന്ന് നോക്കാം. നമ്മോടൊപ്പം ചേരിക്കാൻ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ്. നമസ്കാരം സാർ. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ മന്ത്രിസഭയിലുള്ളവരൊന്നടങ്കം ഒരേ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരെ. പിണറായി വിജയൻ നേതൃത്വം നൽകാൻ പോകുന്നു. വളരെ ശക്തമായ സമരവുമായി രംഗത്ത് വരികയാണ്. എന്ത് പറയുന്നു? ജനുവരി 12 മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഇൻക്വിലാബ് വിളിച്ച് രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ ഇരിക്കാൻ പോവുകയാണ് തിരുവനന്തപുരത്ത്. കേന്ദ്രം നീതി പാലിക്കുക. അപ്പോൾ ഇത് LDFനെ സംബന്ധിച്ചിടത്തോളം അത്ര ഭൂഷണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ മുമ്പൊരിക്കൽ അയ്യപ്പ സംഗമം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് പ്രേതങ്ങളെ മനസ്സുകളുടെ അകത്തു നിന്നും പുറത്തു കൊണ്ടുവരാനായിട്ട് സാധാരണക്കാരന് ഇട നൽകും ഈ ഒരു അയ്യപ്പ സംഗമം. അതായത് യുവതീ പ്രവേശനം മുതൽ അറസ്റ്റ് മുതൽ പീഡനങ്ങൾ മുതൽ നാമജപത്തിന് അടി കിട്ടിയത് മുതലുള്ള വിഷയങ്ങൾ മുഴുവൻ ആ ഒരൊറ്റ സംഭവം കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ വന്നതാണ് UDFന് ഇപ്പോൾ ഇത്ര വലിയ തമ്പിങ് വിജയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുണ്ട ഒരു കാരണം. ഭരണവിരുദ്ധം മറ്റതൊക്കെ അവിടെ നിൽപ്പുണ്ട് എന്ന അതിൻ്റെ ഒരു കാരണം ഇത് തന്നെയാണ്. ഇത് LDFൻ്റെ താഴെത്തട്ടിലെല്ലാം ചർച്ച ചെയ്തപ്പോൾ അവർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അയ്യപ്പനും ഭരണവിരുദ്ധ വികാരവുമാണ് നമ്മുടെ വോട്ട് പോയതെന്ന്. മേൽത്തട്ടിൽ അത് സമ്മതിക്കുന്നില്ല. അത് പിന്നെ ഞങ്ങളുടെ മേൽമയൊക്കെ അവിടെ നിലനിൽക്കുകയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടാമതിപ്പോൾ ആരോ ശ്രീ പിണറായി വിജയനെ പറ്റിക്കാനായിട്ട് ഇട്ടുകൊടുത്ത ഒരു തന്ത്രമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ ഭരണവും സമരവും. കാരണം ഒരാൾക്ക് ഒരു ഇമേജ് ഉണ്ട്, ഒരു മന്ത്രിസഭയ്ക്ക് ഒരു ഇമേജ് ഉണ്ട്. പിണറായി വിജയൻ്റെ ഇമേജ് എന്ന് പറയുന്നത് രക്ഷകൻ എന്നുള്ളതായിരുന്നു കൊണ്ടാണ് 2021 അദ്ദേഹത്തിന് രണ്ടാം ഭരണം കിട്ടാനുള്ള പ്രധാന കാരണം. അപ്പോൾ അതിൽ നിന്ന് പിന്നെ അദ്ദേഹം പോയത് വികസന നായകൻ എന്നുള്ളൊരു ഇമേജിലേക്കാണ്. അപ്പോൾ വികസനം പലത് നടത്തുന്നു, റോഡുകളുടെ കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇതൊന്നും പിന്നെ തദ്ദേശ സംവരണത്തിൽ ഏശിയില്ല, എന്നാൽ പിന്നെ ഒരു പുതിയ തന്ത്രം എടുക്കാം, കേന്ദ്രവിരുദ്ധം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തത് എന്ന് പറഞ്ഞൊരു സിമ്പതി ഫാക്ടർ അതിനകത്ത് സൃഷ്ടിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊരു റോങ് അഡ്വൈസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ അടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വടിയായി കണക്കാക്കാൻ പറ്റില്ലേ എന്നാണ്. വടി കൊടുക്കുന്നത് കുഴപ്പമില്ല. ഇപ്പം അയ്യപ്പ സംഗമത്തിന് പറ്റിയെന്താ, നല്ല വടിയായിരുന്നു, പക്ഷേ തിരിച്ചടി കിട്ടി, പിടിച്ചു വാങ്ങിച്ച അടി കിട്ടി. ഇതേപോലെയാണ് ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ വരാൻ പോകുന്ന സാധനം. ഒന്ന്, തൊഴിലുറപ്പ് പദ്ധതിയിലെ അപാകതകൾ. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി BJPക്ക് UDFന് ഇവിടെ LDF കൈകാര്യം ചെയ്ത രീതി എങ്ങനെയാണെന്ന് തൊലിയുരിച്ച് കാണിക്കാൻ കിട്ടുന്ന ഒരു അവസരമാക്കി ഉണ്ടാക്കി കൊടുക്കുകയാണ്. രണ്ടാമത്തേത്, കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചു എന്ന് പറയുന്ന സംഗതി. ആ കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചത് ഇവിടുന്ന് മസാല ബോണ്ട് ഉൾപ്പെടെയുള്ളവ വാങ്ങിച്ച് പല വിധത്തിൽ വിഹിതം അതിന് അധികമായ പണം പല വിധത്തിൽ ട്രഷറിയിൽ കൊണ്ടുവരികയും എന്നിട്ടും ഈ മസാല ബോണ്ട് വെച്ചിട്ട് അവസാനം ഖജനാവിനെ ചമ്മന്തിയാക്കുകയാണ് ചെയ്തതെന്നുള്ളതാണ് ഫലത്തിൽ നടന്നത്. ഇത് അവർക്ക് പൊളിച്ചെഴുതാൻ ഒരു അവസരം കൂടെ കൊടുക്കുകയാണ്. മൂന്നാമത്തേത്, ക്ഷേമ പെൻഷനുകൾക്ക് വേണ്ട വിഹിതം എന്ന് പറഞ്ഞാണ് അടുത്തൊരു സമരം. അപ്പോൾ കേരളത്തിലുള്ള ക്ഷേമ പെൻഷനുകളുടെ മുഴുവൻ അവസ്ഥ അവർക്ക് തിരിച്ചു കാണിച്ചു കൊടുക്കാൻ പറ്റുകയാണ്. അതായത് പിന്നെ പാവപ്പെട്ടവൻ്റെ തയ്യൽക്കാരൻ്റെ അല്ലെങ്കിൽ
ആശാരിപ്പണി ചെയ്യുന്നവരുടെ, ഇവരുടെയൊക്കെ കള്ള് വ്യവസായിയുടെ, ഈ തൊഴിലാളികളുടെ, കള്ള് ചെത്തി തൊഴിലാളികളുടെ, ഇവരുടെയൊക്കെ ക്ഷേമ പെൻഷനുകൾക്ക് കൊടുക്കേണ്ട ക്ഷേമനിധിയിലെ പണം നഗമാറ്റി പലയിടത്തും ചിലവാക്കി എന്നുള്ളത് പൊളിച്ചെഴുതാനായിട്ടൊരു അവസരം കൂടെ കിട്ടുകയാണ്. ഓക്കെ. ഇപ്പോൾ പലർക്കും പെൻഷൻ കൃത്യമായി കിട്ടാത്തത് അവർ ഓരോ മാസവും ഖജനാവിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന പണം അവർക്ക് 60 വയസ്സാകുമ്പോൾ തിരിച്ചു കിട്ടണം. അവർക്ക് അസുഖം വരുമ്പോൾ അത് തിരിച്ചു കിട്ടണം. ഇതിനാണ് ഇടുന്നത്. ഇത് അവിടുന്ന് അപ്പാടെ കുഴിച്ചെടുത്തിരിക്കുകയാണ് പല ക്ഷേമനിധിയിൽ നിന്നും. അതുകൊണ്ടാണ് അവർക്ക് വിഹിതം കിട്ടാത്തത്. അത് കേന്ദ്രത്തിനെ മാത്രം പഴിച്ചാൽ കാര്യം നടക്കില്ല. പിന്നെ കേന്ദ്രത്തിനെ പഴിക്കുമ്പോൾ കേന്ദ്രം വേറെ പ്രശ്നങ്ങളും പറയും. എന്തുകൊണ്ട് നിങ്ങൾക്ക് പണം തരുന്നില്ല? PM ശ്രീയിൽ നിങ്ങൾ ഒപ്പിട്ടു. PM ശ്രീയിൽ ഒപ്പിട്ടതിന് ശേഷം നിങ്ങൾ ആ കരാറിൽ നിന്ന് പിന്മാറി. അപ്പോൾ അതിന് പറയുന്ന ന്യായം എന്താണ്? വെറും രാഷ്ട്രീയ ന്യായങ്ങളാണ്. ബാക്കി ഇവിടെ അന്തർധാരകളും മറ്റു കാര്യങ്ങളും സുഗമമായിട്ട് നടക്കുകയും ആവശ്യമുള്ളിടത്തെല്ലാം അന്തർധാരകൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും കേന്ദ്രത്തിലെ പലരുമായി നല്ല ബന്ധം സ്ഥാപിച്ചുകൊണ്ട് പല കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയും പിന്നെ ഈ അന്തർധാര നാടകം എന്തിന് എന്നുള്ളത് വീണ്ടും ജനങ്ങൾക്ക് ചോദിക്കാനുള്ളൊരു അവസരവും കൂടെ കൊടുക്കുകയാണ്. ഓക്കെ. പിന്നെ ഏറ്റവും പ്രധാനം ഈ ഭരണത്തിൻ്റെ പുറത്ത് കുറേ നാളായിട്ട് CPM പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മെത്തേഡിലാണ് കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകുന്നതെന്നൊരു വാദമുണ്ട്. അതായത് ഒരു കുത്തക മുതലാളിയുടെ ശൈലിയിൽ പോവുകയും എല്ലാവർക്കും സാമ്പത്തികമായ ഗുണമുണ്ടാക്കി കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യുകയും അങ്ങനെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വരുത്തി എങ്ങനെയെങ്കിലുമൊക്കെ ഇത് നന്നാക്കുക എന്നൊക്കെയുള്ള ഒരു പ്രചരണവും പ്രവർത്തനവും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നതെന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പഴയ സമര സിദ്ധാന്തത്തിലേക്ക്, പൊളിച്ചെടുക്കൽ സിദ്ധാന്തത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അതും വീണ്ടും ചോദ്യം ചെയ്യാണ്. ഭരണവും സമരവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന പഴയ ശൈലിയിലേക്ക് പോവുകയാണോ? ട്രാൻസ്പോർട്ടിനെ പൊളിക്കുക, ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ പൊളിക്കുക, എല്ലാം പൊളിഞ്ഞിരിക്കില്ലേ? ഇതെല്ലാം വീണ്ടും ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ NDAക്ക് നാളെ പ്രധാനമന്ത്രി അമിത്ഷായും വരെ ഇവിടെ വന്ന് പ്രസംഗിക്കും. അവരുടെയൊക്കെ പ്രസംഗം ഈ നമ്മൾ ഉദ്ദേശിക്കാത്ത വളരെ റേഞ്ചിൽ അവർ ഇത് കൊണ്ടുപോകും ഈ വിഷയങ്ങളൊക്കെ. അപ്പോൾ ഇത് LDFന് ഗുണകരമാകുമോ എന്നവർ ചിന്തിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് അയ്യപ്പ സംഗമം പോലെ വേറെ ഒരു ബ്ലണ്ടറാണ് ഇപ്പോൾ ഭരണവും സമരവും എന്ന രീതിയിൽ കേന്ദ്രത്തിനെതിരെ എടുത്തിരിക്കുന്നത് എന്നുള്ളത് വളരെ വലിയ ബൂമറാങ്ങായിട്ട് തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്. ഇത് ആരുടെ ബുദ്ധി എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് അറിയില്ല. കാരണം പലപ്പോഴും ഇത് ആരുടെ ബുദ്ധി എന്ന് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഈ മണ്ടൻ ബുദ്ധി വന്ന് അടികെട്ടി കഴിയുമ്പോഴാണ് പിന്നെ സദ്ബുദ്ധി വരുന്നത്. ഇവിടെ ഒത്തിരി പേര് പറഞ്ഞ ഈ ആര്യാരാജൻ്റെ ഇഷ്യൂ ഒക്കെ, അപ്പം അത് മാറ്റി നിർത്തുകയോ ഒതുക്കി നിർത്തുകയോ ഒക്കെ ചെയ്യാവുന്നതിന് പകരം അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആദ്യം തിരുത്തേണ്ടതായിരുന്നു. അത് തിരുവനന്തപുരത്ത് അടി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇപ്പം ബോധ്യമായത്. ഇപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല. അല്ല, എപ്പോഴും അങ്ങനെയാണ്. പലപ്പോഴും അവർ ഈ ധാർഷ്ട്യം എന്ന് പറയുന്നത് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നതെല്ലാം എന്താണ്, മറ്റുള്ളവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന തരത്തിലേക്ക് യാതൊരു വിധത്തിലുള്ള ബഹുമാനവും കൽപ്പിക്കാതെ വളരെ മോശം രീതിയിലേക്ക് പോകുന്ന തരത്തിൽ CPMൻ്റെ പ്രാദേശിക നേതൃത്വം പലയിടത്തും അധപ്പതിച്ചു കഴിഞ്ഞു. എതിരാളികളെ ഏത് തരത്തിലും അവർ അവഹേളിക്കും. ഏത് തരത്തിലും, അത് എതിരാളികളെ മാത്രമല്ല, സ്വന്തം കൂട്ടത്തിൽ നിൽക്കുന്നവരെ പോലും അവർ ആ രീതിയിലാണ്, സ്വന്തം ഇംഗിതത്തിന് വഴങ്ങാത്തവരെ അവർ ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യും എന്നൊക്കെയാണ് പരാതികൾ പലപ്പോഴും പല കോണിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ പുതിയ സിദ്ധാന്തമാണ് ഇത്. ഇതിനു മുമ്പ് പലപ്പോഴും EK നായനാരുടെ കാലഘട്ടമായിരുന്നാലും VS അച്യുതാനന്ദൻ്റെ കാലഘട്ടമായിരുന്നാലും ജനങ്ങളോടൊരു EK നായനാർ വളരെയധികം ഒത്തുപോകുന്ന ഒരു ശൈലി കാണിച്ചിരുന്നയാളാണ്. VS ആയാലും തൻ്റെ പഴയ സമര രീതി മാറ്റി, അത് മാറ്റാനായിട്ട് അദ്ദേഹം എന്ത് പാടുപെട്ടെന്നറിയാമോ? ഈ വെട്ടിനിരത്തലിൻ്റെ ആളാണ് താൻ എന്നുള്ളത് മാറ്റി വികസനത്തിൻ്റെ ആളാണ് താൻ എന്ന് വരുത്താനായിട്ട് VS പാടുപെട്ട ആളാണ്. പിണറായി അതിനേക്കാൾ അപ്പുറത്തെ വികസനത്തിൻ്റെ നായകനാണെന്ന് ഒരു ഇമേജ് ഉണ്ടാക്കിയാണ് 2016 കൊണ്ടുവന്നത്. കേരളം മുഴുവൻ മാറ്റിമറിക്കും അല്ലേ? LDF വരും, കേരളം മാറും, അതിനായിട്ട് ഇതാ ഞങ്ങൾ പിണറായി വിജയനെ ഇതാ അവതരിപ്പിക്കുന്നു പറഞ്ഞാണ് കൊണ്ടുവന്നത്. അപ്പോൾ ജനങ്ങളുടെ ഉണ്ടായിരുന്ന ധാരണ എന്താണ്? പഴയ സമരവും വെട്ടിനിരത്തലും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയും അടിച്ചൊതുക്കുന്നതും തൊഴിലാളികളെ കൂടുതൽ പട്ടിണിയിലേക്കാക്കുന്ന സമരങ്ങൾ നടത്തി സ്ഥാപനവും പൂട്ടിച്ച് നമുക്ക് ഗതിയില്ലാതാക്കുന്ന ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാറി ഇതാ ഒരു പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദയം ചെയ്തു, ഒരു പുതിയ നേതാവ് പിണറായി വിജയൻ എന്നുള്ള വികസന നായകനെ ഉദയം ചെയ്തു എന്നാണ് ഈ പിണറായി വരും അല്ലെങ്കിൽ LDF വരും എല്ലാം മാറുമെന്ന് പറഞ്ഞതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ചത്. ഇപ്പം തിരിച്ചാക്കിയിരിക്കുകയാണ്. ഓക്കെ, LDF വരും, എല്ലാം തകർക്കും എന്ന ഒരു സിദ്ധാന്തം ജനങ്ങളുടെ മനസ്സിൽ തോന്നാനാണ് ഈ സമരവും ഭരണവും ഉപകരിക്കുക എന്നുള്ളതാണ് പൂർണ്ണമായും
എനിക്ക് ബോധ്യമുള്ളത് ഇത് LDFന് വളരെയധികം ദോഷം ചെയ്യുകയല്ലാതെ ഒരിക്കലും ഗുണം ചെയ്യുകയില്ല. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ജനങ്ങളിൽ പഴയ ഒരു തകർക്കൽ, വെട്ടിനിരത്തൽ ഇമേജ് കൊണ്ടുവരാൻ സഹായിക്കും. രണ്ടാമത്തേത്, കേന്ദ്രത്തിനും ഇവിടുത്തെ പ്രതിപക്ഷത്തിനും ഒരു നല്ല വടി അവരിട്ട് കൊടുക്കുകയായിരിക്കും. ഓക്കെ, ഇത് BJP വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കും. പ്രത്യേകിച്ച് നരേന്ദ്രമോദി, അമിത്ഷായും ഇവിടെ വന്ന് കീറും, വെട്ടിക്കീറും. കാരണം എന്താണ് കേന്ദ്രം ചെയ്തത്? കൃത്യമായിട്ട് അവർക്ക് പറയാൻ സാധിക്കും. പിന്നെ കേന്ദ്രവിഹിതം കിട്ടാത്തതിന് സുപ്രീം കോടതി പോയതല്ലേ. വല്ല ഇതുകൊണ്ടെങ്കിൽ കോടികൾ മുടക്കി KK വേണുഗോപാലിനെ പോലുള്ളൊരു പ്രഗത്ഭനെ വെച്ചിട്ട് വാദിച്ചിട്ട് ഒന്നും നടന്നില്ലല്ലോ. സുപ്രീം കോടതി അത് കൂളായിട്ട് നിങ്ങൾ രണ്ടും കൂടെ ചർച്ച ചെയ്ത് വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാമെന്ന് പറഞ്ഞ് മാറ്റിയത് എന്തുകൊണ്ടാണ്? കാരണം അതിനകത്തൊന്നുമില്ല. കേന്ദ്രമേ നിങ്ങൾ ഇന്നത് ചെയ്ത് തെറ്റെന്ന് പറയാനൊന്നുമില്ല. അതെ, അപ്പം അവിടെ കേന്ദ്രത്തിന് കണക്ക് നിരത്താനുണ്ട്. സംസ്ഥാനം എങ്ങനെയാണ് കുത്തഴിഞ്ഞ സാമ്പത്തിക രീതിയുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് പറയാൻ അവിടെ ഇപ്പം ടേബിളിൽ വെച്ചൊന്നും പറയാനില്ല. അപ്പം ഇനി നമുക്ക് മൈക്ക് കിട്ടി ഇപ്പോൾ മസ്തിഷ്ക പ്രക്ഷാളനം രീതിയിൽ പലതും പറഞ്ഞ് പുകമറ സൃഷ്ടിക്കാമെന്നാണ് LDF വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ജനങ്ങൾ പഴയ മണ്ടന്മാരല്ല. നമ്മളിപ്പം ഇപ്പോഴും SLCക്ക് ഫുൾ A+ മുഴുവൻ പേരെയും ജയിപ്പിക്കും. 99.9% ജയിപ്പിക്കുന്നുണ്ട്. കണക്ക് കൂട്ടാനും എഴുതാനും ഒക്കെ അറിഞ്ഞുകൂടാത്ത ഒത്തിരി പേര് ജയിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയും പിന്നെ മറ്റ് ചാനലുകളും ഒക്കെ നിൽക്കുന്ന ഈ ലോകത്ത് ഇവരുടെ തലയിൽ ഒരുപാട് വെളിച്ചം വെച്ചിട്ടുണ്ട്. പക്ഷേ സാർ, ഞാൻ ചോദിച്ചോട്ടെ, പൂർണ്ണമായിട്ടും അവരെ അങ്ങനെ അന്ധനാക്കാൻ ഇപ്പോൾ കഴിയില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഇവർ ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെപ്പടി വിദ്യ പ്രയോഗിക്കുമോ എന്നാണ് എൻ്റെ മനസ്സിൽ ഒരു ചോദ്യം വരുന്നത്. ഈ കിറ്റ്, അതിനുശേഷം ഇപ്പോൾ ക്ഷേമ പെൻഷനൊക്കെ ഉയർത്തി, ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ട് മുൻപായിട്ട്. ഇതൊക്കെ ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് കൊടുത്തു തുടങ്ങുകയാണെങ്കിൽ ആൾക്കാരുടെ മനസ്സ് മാറില്ലേ? ഇല്ല, ഇതൊന്നും വേണ്ട, ഒറ്റ കാര്യവും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, 45 സീറ്റിൽ അവർക്ക് ഇപ്പോഴും കംഫർട്ടബിൾ മെജോറിറ്റി ഉണ്ട്. ഒരു 25 സീറ്റിൽ ജയിക്കാനായിട്ട് മാന്യന്മാരായ സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ മാത്രം മതി. നല്ല മിടുക്കന്മാരായ കുറേ സ്ഥാനാർത്ഥികളെ നിർത്തി അത് നല്ല പയറ്റ് നടത്തിയാൽ ഒന്നുകിൽ ഭരണം പോകാതെ നോക്കാം, അല്ലെങ്കിൽ വലിയ ദോഷമില്ലാത്ത വിധത്തിൽ പിടിച്ചു നിന്ന് UDFന് ഭരണം കൈമാറുന്ന അവസ്ഥയെങ്കിലും ഉണ്ടാവും. ഇല്ലെങ്കിൽ VD സതീശൻ പറഞ്ഞ പോലെ 100 എന്നുള്ളത് 110-ആയപ്പോൾ VD സതീശൻ പിടിച്ചിരിക്കുന്നത്. കാരണം അതിന് സ്കോപ്പുണ്ട്. അവർക്ക് ആ വിധത്തിലുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ അവരുടെ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണ്ണയവും മികച്ചതായാൽ അതാണ് ഈ എന്നും LDFനെ കുറിച്ച് നമുക്ക് താഴെത്തട്ടിലേക്ക് പോകണ്ട, നമുക്ക് മുകളിൽ തട്ടിലേക്ക് അവർ ഞങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ LDFനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ തിരഞ്ഞെടുപ്പുകളിൽ അവർ ഫീൽഡ് ചെയ്യുന്ന സ്ഥാനാർത്ഥികൾ ഗംഭീരമാണ്. അത് പറയാതിരിക്കാൻ വയ്യ. അതിനുശേഷമുള്ള വകുപ്പ് വിഭജനവും ഇതൊക്കെ അവർക്ക് അനീതിയും അക്രമമൊക്കെ അതിലുണ്ടാകും, വെട്ടിനിരത്തലൊക്കെ അവിടെ ഉണ്ടാകും. പക്ഷേ VSനെ മുൻനിർത്തി ജയിച്ചല്ലോ. തിരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള ചെപ്പടി വിദ്യ അവരുടെ കയ്യിലുണ്ട്. നല്ല സ്ഥാനാർത്ഥികളെ നിർത്തുന്നു, VSനെ മുന്നിൽ നിർത്തുന്നു. അതിനുശേഷം തിരഞ്ഞെടുപ്പിന് ശേഷം VSന് എന്ത് സംഭവിച്ചു? പക്ഷേ അത് 2021 നിർത്തിയില്ല. അതെ, നിർത്തിയില്ല. പലരെയും വെട്ടിമാറ്റി. അത് ആവർത്തിക്കാതെ കുറേ മികച്ചവരെ സ്റ്റോർ റൂമിൽ വെച്ചിരിക്കുന്നവരെയും പിന്നെ കോൾഡ് സ്റ്റോറേജ് വെച്ചിരിക്കുന്നതിനെയൊക്കെ പുറത്തെടുത്താൽ ഒരുപക്ഷെ LDFന് കുറേ കൂടെ ബെറ്ററായി പ്രതീക്ഷ ഉണ്ടായിരിക്കും. പക്ഷേ മറുവശത്ത് UDFൻ്റെതാണെങ്കിൽ അവർ ഈ കയ്യാങ്കളിയൊക്കെ അവസാനിപ്പിച്ച് ഒരല്പസമയം ഇരുന്ന് ചിന്തിച്ച് എന്താണ് വേണ്ടതെന്ന് യുക്തമായി തീരുമാനമെടുത്ത് അത് വളരെ കൃത്യമായി നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തിരഞ്ഞെടുപ്പിൽ ഈ VD സതീശൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചേക്കും. തീർച്ചയായിട്ടും ആ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ ഈ മോശപ്പെട്ട കളികളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും കേരളത്തിലേക്ക് അവർ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. UDFന് പറ്റാൻ പോകുന്ന പ്രശ്നം നല്ല സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിനോടൊപ്പം ഓരോ സ്ഥാനാർത്ഥിക്കും ബദൽ വരാതെ നോക്കുക. അതെ, ഞാൻ പറഞ്ഞില്ലേ, ഈ ബദൽ വന്നാൽ കളി മാറും. LDFന് BJPക്ക് പല സ്ഥലങ്ങളിലും 20,000-30,000 വോട്ടുകൾ ബാക്കി കിടപ്പുള്ളത്. ഒരു സ്വതന്ത്രൻ വന്നാൽ ആ സ്വതന്ത്രനുമായി ചേർന്ന് ചില കളികൾ നടത്തിയാൽ പ്രശ്നത്തിലാവും. അതെ, തീർച്ചയായിട്ടും അത് വരാതെ നോക്കുക. തീർച്ചയായിട്ടും. എന്തായാലും കേരളത്തിൽ ഭരണവും സമരവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഇടതുപക്ഷം. പക്ഷേ അത് എത്രത്തോളം ഫലം കാണും എന്ന് ജനങ്ങൾ തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്കാണ് ഇന്ന് ചർച്ച പോയത്. ജനങ്ങൾക്ക് വേണ്ടി നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിക്കുക, കൃത്യമായി കാൻഡിഡേറ്റുകളെ നിരത്തുക, തന്ത്രങ്ങൾ ജനങ്ങൾക്ക് ബോധ്യമാകുന്നത് പ്രയോഗിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മുന്നണി ഏതായാലും ജയം അവർക്കൊപ്പം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.